മുദ്ര ട്രെയിനിങ് ഈ മുദ്ര ട്രെയിനിങ് ഒക്കെ ഞാനൊന്ന് ഫസ്റ്റ് പറയാതെ കുറച്ച് പിന്നെ എല്ലാം പഠിച്ച ശേഷം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ മുദ്ര എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആൻഡ് റീഡയറക്റ്റിംഗ് ദി എനർജി ക്രിയേറ്റഡ് ത്രൂ ചക്ര ആക്ടിവേഷൻ ആൻഡ് അതർ യോഗാസ്. മുദ്ര എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഡയറക്റ്റാ മുദ്രയിൽ പറഞ്ഞു. ഫസ്റ്റ് ചക്ര ആക്ടിവേഷൻ വേണം. ചക്ര ആക്ടിവേഷൻ ഇരുന്ന ശേഷം തന്നെ ചക്ര ആക്ടിവേഷൻ ചെയ്ത ശേഷം തന്നെ എനർജി ക്രിയേറ്റ് ആവും. ചക്ര ആക്ടിവേഷൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മൂലാധാരം ചെയ്യുമ്പം എർത്ത് പൃഥ്വി എനർജി, ജല എനർജി, അങ്ങനെ പഞ്ചഭൂത എനർജി ഒന്ന് ക്രിയേറ്റ് ആകും ആധാരങ്ങളിൽ. അത് ക്രിയേറ്റ് ആയ ശേഷം അതിനെ നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അയക്കാനും അതിന് പുറത്ത് അയക്കാനുമുള്ള ടെക്നിക്കാണ് മുദ്ര. ഇപ്പോൾ പഞ്ചഭൂതത്തെ ആധാരങ്ങളിൽ ഇരിക്കുന്നു. മൂലാധാരത്ത് പഞ്ചഭൂതം ഇരിക്കുന്നു. അത് ഈ കൈ വിരലിലും മോതിര വിരലിൽ എർത്ത് എലമെൻറ്റ്, സ്വാധിഷ്ഠാനത്ത് ജല എലമെൻറ്റ്, നിങ്ങൾക്ക് ചെറുവിരലിലും ജല എലമെൻ്റാണ് ഇരിക്കുന്നത്. അത് അടുത്ത് നടുവിരൽ സ്പേസ്, അടുത്ത ഒന്ന് ഇത് എയർ ഒന്ന് മറ്റേ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് തമ്പ് ഒന്ന് അഗ്നി. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് ചക്ര ആക്ടിവേഷൻ ടൈമിൽ യൂസ് ചെയ്താണ് ആക്ടിവേഷനൊക്കെ ചെയ്തത്. ചക്ര ആക്ടിവേഷൻ യൂസ് ചെയ്തതിന് ആക്ടിവേഷനൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒന്ന് ഒരുപാട് മുദ്രകളുണ്ട്. മുദ്രകൾ വന്ന് ഭരതനാട്യത്തിലാണ് കൂടുതൽ മുദ്രകളുള്ളത്. ഭരതനാട്യം. അടുത്തത് കൂടുതൽ മുദ്രകൾ യൂസ് ചെയ്യുന്നത് കുച്ചിപ്പുടി. ഭരതനാട്യത്തിൽ മുദ്രകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ കൂടുതൽ നേരം ഡാൻസ് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഒരു കാലത്ത് തുടങ്ങിയ വൈകുന്നേരം വരെ ആണെങ്കിൽ ഡാൻസ് ആടും. കാരണം വെച്ചാൽ ഈ മുദ്രകൾ അവർക്ക് എനർജി തിരിച്ച് കിട്ടും. ഡയറക്റ്റിംഗ് എനർജി എൻ്റെ അടുത്തത് കുച്ചിപ്പുടി. അടുത്തത് മുദ്രകൾ യൂസ് ചെയ്യുന്നത് പൂജയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൂജയിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് യോഗയിൽ. അപ്പോൾ യോഗയിൽ യൂസ് ചെയ്യുന്നത് മാത്രമല്ല, യു ആർ യൂസിങ് ഇറ്റ് ഫോർ പൂജയിലും പൂജാ മുദ്രകൾ ഒരുപാടുണ്ട്. നിങ്ങൾ പൂജാ മുദ്രകളും ആവശ്യമുള്ളത് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസിലിരിക്കും. അതും കുറച്ച് നമ്മുടെ ഇതിൽ ഡിസ്കഷനിൽ വരും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മുദ്രകളെ എഴുതി വെച്ചോളാം. കാരണം വെച്ചാൽ ഇത് ചെറിയ ചെറുപ്പക്കാരോ തിരുമേനികൾക്കെല്ലാം ഗവൺമെൻറ് പോസ്റ്റിംഗ് ക്ഷേത്രങ്ങളിൽ കിട്ടിയാലും അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ആവശ്യമുണ്ട്. തമിഴ്നാട്ടിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. ബോംബെയിലുണ്ട്. ബട്ട് കേരളത്തിൽ ഒരു പൂജാരികളെയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ടീച്ചിങ് ഫാക്കൽറ്റി ഉണ്ടാക്കണം. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി 2 ബാച്ച് ക്ലാസ് നടത്തിയിട്ടുണ്ട്. അത് കർണാടകത്തിലൊന്ന് ധാർവാഡ്, പിന്നൊന്ന് എറണാകുളം, തൃപ്പൂണിത്തുറ. ബട്ട് അത് ഈ ടെമ്പിൾ പൂജ ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആവശ്യമുള്ളത് റെഫറൻസ് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിനാണ് നിങ്ങളും അത് പഠിക്കുന്നത്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഈ മുദ്രകൾ ആക്ച്വലി മുദ്ര എന്ന് വെച്ചാൽ സീലിംഗ് ദി ഫിംഗേഴ്സ് ടു റീഡയറക്റ്റ് ദി എനർജി ടു ദി ആധാരാസ് ആൻഡ് റിക്വയർഡ് പ്ലേസസ്. അതാണ് അതിൻ്റെ കാര്യം. മുദ്രകൾ വഴി വന്ന് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ആധാരങ്ങളാണ് എനർജിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ത്രൂ മുദ്രാസ് വെൻ യു സീൽ ദാറ്റ് ഫിംഗേഴ്സ് എനർജി വിൽ റിട്ടേൺ ടു ദി ആധാരാസ് ആർ സം അതർ പ്ലേസസ്. അതാണ്, മനസ്സിലായില്ല? ഇതാണ് ഇതിലുള്ള പ്രിൻസിപ്പിൾ. ബാക്കി വിവരങ്ങൾ പിന്നെ ഇപ്പോൾ നോക്കും. ഇന്ന് നമ്മൾ നോക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ചിന്മുദ്ര, ചിന്മയമുദ്ര, ആദിമുദ്ര. ഇതിൻ്റെ യൂസസ് എന്തോന്നാണ് എന്നുള്ളതാണ് നമ്മൾ വന്ന് പഠിക്കേണ്ടത്. ഇന്നത്തെ ഇതിൽ ചിന്മുദ്ര, ചിന്മയമുദ്ര, ആദിമുദ്ര. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ചിന്മുദ്ര എന്നുള്ള വിശേഷം എന്തെന്ന് പറയും? കോൺസെൻട്രേഷൻ, പിന്നെ ബ്രെയിനിൽ പീനിയൽ ഗ്ലാൻഡിൽ കണക്റ്റഡ് ടു പീനിയൽ
increase energy in the body level. அது இது ரிலாக்ஸஸ் லோயர் பேக் பெயினை வந்து கிளியர் ஆகும். அடுத்தது வந்து எனர்ജി ഇൻ ദി ബോഡി മൊത്തത്തിൽ ഇൻക്രീസ് ആവും. പീനിയൽ ഗ്ലാൻഡിൽ കണക്റ്റ് ആയിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഉള്ള വിശേഷങ്ങൾ അതാണ്. അത് ചിന്മയ മുദ്ര ഇംപ്രൂവ്സ് സ്റ്റിമുലേഷൻ. ഇത് ഒന്ന് ഡൈജഷൻ. ചിന്മയ മുദ്ര അറിയാമല്ല, ചിന്മുദ്ര എല്ലാവർക്കും അറിയാം. ചിന്മയ മുദ്ര എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുന്നതാണ് ചിന്മുദ്ര. ഇങ്ങനെ പിടിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ പിടിച്ചു വയ്ക്കുമ്പോൾ എനർജി ഇൻറ്റേർണൽ ഫ്ലോ ഉണ്ടാവും. വിരലുകൾ മടക്കി പിടിക്കുമ്പോൾ എനർജി ഇൻറ്റേർണൽ ഫ്ലോ. അപ്പോൾ ഇൻറ്റേർണൽ ഫ്ലോ വരുമ്പോൾ ഡൈജഷന്, ബ്രീതിങ് എല്ലാം നല്ല. ചെറിയ കുട്ടികൾ ജനിക്കുമ്പോൾ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചെറിയ ജനിച്ച ഉണ്ണവത്തെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അത് ഒന്ന് അതിനെ ചില ആൾ അറിയാതെ വിരലുകളെ പിടിച്ച് കളിയാക്കി ഇളക്കി വിടും. അങ്ങനെയല്ല, അത് ഇൻറ്റേർണൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നാച്ചുറലായി പിടിക്കുന്നതാണ്. അതേമാതിരി ഈ 3 വിരലെയും പിടിച്ച് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എനർജി കിട്ടുന്നത് അറിയാം. അതുമാത്രമല്ല, പൂജയിലും ഇത് യൂസ് ചെയ്യും. ചിന്മുദ്ര ആൻഡ് ചിന്മയമുദ്ര ഇത് എല്ലാം പൂജയിലും അത് സമയത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചിന്മുദ്രയുടെ പവർ ഇതാണ്. ഡൈജഷൻ ഇംപ്രൂവ്സ് എനർജി സ്റ്റിമുലേഷൻ ആൻഡ് ഡൈജഷൻ. എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. ഡൈജസ്റ്റീവ് പവറും അത് വന്ന് അധികപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആദിമുദ്ര എന്ന് പറയുമ്പോൾ ആദിമുദ്ര എങ്ങനെ പിടിക്കും? അതെ, ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ എന്തെന്ന് വെച്ചാൽ പെരുവിരലൊന്നും മറ്റേ വിരലും മേലെ വെച്ച് പ്രസ് ചെയ്യണം. അതാണ് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് പൂജയിൽ ചെയ്യുന്നതിൽ കുംഭകത്തിൻ്റെ കൂടെ ചെയ്താൽ കുംഭകം ഒന്ന് ഡ്യൂറേഷൻ ഇൻക്രീസ് ആവും. എന്താണ് ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഡ്യൂറിങ് കുംഭകം. ഡ്യൂറിങ് കുംഭകം. രണ്ടാമത് കുംഭകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ മുദ്ര ആഴ്ത്തി പിടിച്ചാൽ ശ്വാസമുട്ടൽ ഉണ്ടാവില്ല. എനർജി വിൽ ഫ്ലോ ത്രൂ ദി നെർവസ് സിസ്റ്റം. അപ്പോൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഇൻക്രീസസ് ലങ് കപ്പാസിറ്റി. ലങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു ലങ്സിന് 4.5 ലിറ്റർ എയർ പിടിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സാധാരണക്കാർ എല്ലാവരും 1.5 ലിറ്ററാണ് പിടിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിൻ്റെ പിടിച്ചു വയ്ക്കുന്ന കപ്പാസിറ്റി ഇൻക്രീസായി 4.5 ലിറ്റർ ഫുൾ കപ്പാസിറ്റിയും കിട്ടും. അതാണ് അതിൽ ചെയ്യുന്നത്. അടുത്തത് ഇറ്റ് റിലാക്സസ് നെർവസ് സിസ്റ്റം. കുംഭകം ചെയ്തിട്ട് ഇതിനെ ഏറി പിടിച്ചു വെച്ചാൽ നെർവസ് സിസ്റ്റം റിലാക്സ് ചെയ്യും. ഇപ്പോൾ നെർവസ് സിസ്റ്റം റിലാക്സ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ജോയിൻ്റ് പെയിൻ പിടിപെടും. എന്തെന്ന് ജോയിൻ്റ് പെയിൻ ഉള്ളവർ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഏറി പ്രസ് ചെയ്ത് പിടിച്ചാൽ അതൊന്ന് ജോയിൻ്റ് പെയിൻ ഒന്ന് റിലാക്സ് ആകും. അടുത്തത് ഒന്ന് ഇൻക്രീസ് ഓക്സിജൻ ലെവൽ ഇൻ ദി സപ്ലൈ ടു ഹെഡ്. ഇത് ചെയ്ത ഓക്സിജൻ സപ്ലൈ ടു ഹെഡ് വിൽ ബി ഇൻക്രീസ്. ഓക്സിജൻ സപ്ലൈ ബ്രെയിനിന് കൂടുതൽ ഓക്സിജനും കൂടുതൽ പ്രാണപവറും ബ്ലഡ് സർക്കുലേഷനും ആവശ്യമുണ്ട്. ഇത് വന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഓക്സിജൻ ലെവലും ഉണ്ട്. ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ ഇന്നൊരു മുദ്ര ഉണ്ട്. അതാണ് ലിംഗമുദ്രയും. ഓക്സിജൻ ലെവൽ ഇൻക്രീസ് ആകും. കൊറോണ പീരീഡിൽ ലിംഗമുദ്ര യൂസ് ചെയ്ത് ഓക്സിജൻ ലെവൽ നിറയെ പേർക്ക് 97ൻ്റെ മേലെ കൊണ്ടുപോയിട്ടുണ്ട്. അത് വന്ന് IIT മദ്രാസിലുള്ളവരും അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടുത്തത് ഒന്ന് ഈ നിങ്ങൾക്ക് ഒന്ന് യോഗികൾക്ക് കുംഭകമൊക്കെ ചെയ്ത് വെള്ളത്തിൻ്റെ അടിയിലിരിക്കുന്നത് അതേമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ മുദ്രകൾ യൂസ് ചെയ്തതാണ്. അത് വന്ന് സാധാരണഗതിയിൽ വന്ന്